നേരെ കൊല്ലത്തേക്കാണ് ഇനി പോകുന്നത്. കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കുണ്ടറ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദിന്റെ കുടുംബം രംഗത്തെത്തി. പോലീസ് സിയാദിനെ മർദ്ദിച്ചതായും സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയതായും കുടുംബം ആരോപിക്കുന്നു. ജൂൺ 16 രാത്രിയാണ് ഭാര്യയുടെയും മകളുടെയും മുന്നിൽ നിന്ന് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയത്. കുനിച്ചിർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്, ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞു. ഇരുന്നപ്പോ വണ്ടിക്കകത്ത് വെച്ച് ജീപ്പിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെന്ന് പറഞ്ഞത്. അത് ഇക്ക പബ്ലിക്കായിട്ട് എന്നാ പറഞ്ഞത്, രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേഷനകത്ത് അവർ പറയുന്ന റെക്കോർഡ് വോയിസ് ഉൾപ്പെടെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് എടുത്താൽ കിട്ടും. എം മനോജാണ് ചേരുന്നത്. മനോജ്, എന്ത് കാരണം പറഞ്ഞാണ് ഈ സിയാദിനെ പോലീസ് വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോയത്? ഇപ്പോൾ പോലീസിന് ഇതിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ ഈ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന വേളയിൽ? ഗൗതം, ജൂൺ 16 ഈ സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് രാത്രിയിൽ വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുന്നിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് 13കാരനായിട്ടുള്ള ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിയാദാണ് ഈ 13കാരനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ഒരു പരാതിയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുണ്ടറ പോലീസ് എത്തി സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അന്ന് രാത്രി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നീട് പിറ്റേ ദിവസം ഈ സിയാദിൻ്റെ ഭാര്യയും മകളും സിയാദിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തുകയായിരുന്നു. ഈ സമയം ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കുട്ടി പിന്നീട് തിരികെ എത്തുകയായിരുന്നു. അപ്പോൾ സിയാദല്ല തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ല എന്ന് ബോധ്യം വരികയാണ്. ഇതിന് പിന്നാലെ സിയാദിനെ കസ്റ്റഡിയിൽ നിന്ന് വിടുകയാണ്. പക്ഷേ ഈ കസ്റ്റഡിയിലെടുത്ത സമയം സിയാദിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. അതിനുശേഷം സിയാദ് ഈ ചികിത്സയിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ വെച്ചാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സിയാദിനെ മർദ്ദിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടെ കുടുംബം പറയുന്നത്. സിയാദിനെ കസ്റ്റഡിയിൽ വെച്ച് അല്ലെങ്കിൽ ജീപ്പിൽ വെച്ചടക്കം മർദ്ദിച്ചു, മുതുകിന് ഇടിച്ചു, നട്ടലിനടക്കം അതായത് വാരിയലിനടക്കം പരിക്കുണ്ട് എന്നുള്ള കാര്യം സിയാദ് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുന്നത്. എന്തായാലും ഈ സിയാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കുണ്ടറ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വരുന്നത്. SIയും കോൺസ്റ്റബിളും ഉൾപ്പെടെ ഈ സിയാദിനെ മർദ്ദിച്ചതായാണ് കുടുംബം ആരോപിക്കുന്നത്. വ്യക്തമായി പറയുന്നുമുണ്ട്. ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നു, തുടർന്ന് മർദ്ദിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിയാദിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും, അതായത് പ്രാഥമിക റിപ്പോർട്ടിൽ മഞ്ഞപ്പിത്തം എന്നുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഇനി ആന്തരിക അവയവങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതെല്ലാം ശാസ്ത്രീയ പരിശോധനയെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നതിൽ കൃത്യമായി. മനോജ്, വ്യക്തമാണ്. എന്തായാലും ഈ സിയാദിന്റെ മരണം കസ്റ്റഡിയിലുള്ള വലിയ ക്രൂരമായ പോലീസിന്റെ മർദ്ദനം കാരണമാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.